തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗമെന്ന് തിരുവനന്തപുരം നടക്കുന്നു. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയുടെ യോഗമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം ജോലി ഭാരം അവർക്ക് വല്ലാതെ കൂടുന്നുവെന്ന് പലയിടങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ യോഗം. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ റിനു. ഗുഡ് മോർണിംഗ് SKN. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4 ശനിയാഴ്ചകളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യോഗം വിളിച്ചു. ആൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് രാഷ്ട്രീയ കക്ഷികൾ നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നിലവിൽ 99% എന്യൂമറേഷൻ ഫോമും വിതരണം ചെയ്തു എന്നുള്ള അവകാശവാദമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും യോഗത്തിൽ. അതേസമയം എത്ര ശതമാനം ഈ ഫോമുകൾ തിരികെ ലഭിച്ചു എന്നുള്ള കണക്കും കൃത്യമായി പറയും. അതേസമയം രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കൃത്യമായി ഈ അനീഷ് ജോർജിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BLOമാരും BLAമാരും ഉൾപ്പെടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആദ്യം മുതൽക്ക് തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുണ്ടാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൂടി ചില ഇടപെടലുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും 26-ന് സുപ്രീം കോടതി വീണ്ടും ഈ കേരളത്തിന്റെ ഹർജിയിൽ വാദം കേൾക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും നിലവിൽ ആ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇടക്കാല ഒരു ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടക്കുക എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇന്ന് വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് ആ യോഗം ചേരും. എന്തായാലും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വീണ്ടും SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പ് യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.